ഭാര്യയെ തല്ലണം എന്ന് പറഞ്ഞാൽ അത് ഏത് ഖുർആനിലെ ആയത്ത് അതൊന്ന് നിങ്ങൾ ഇത് പറയൂ, അതിന്റെ കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. എപ്പോഴും തല്ലണം ഞാൻ പഠിപ്പിച്ചിട്ട് എനിക്ക് ഇതുവരെ ഖുർആൻ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യനെ തല്ലാൻ തോന്നിയിട്ടില്ലല്ലോ. തോന്നലല്ലോ, തല്ലണ്ടി വന്നാൽ തല്ലാം എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭാര്യനെ തല്ലണം എന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3. ആ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തല്ലണം എന്നാണ്. അല്ല തല്ലണം, അങ്ങനെയാണ്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ശരിയോ? ഒരു ഭാര്യ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭാര്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തീർച്ചയായിട്ടും ഇസ്ലാമിലുണ്ടോ ഭാര്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? ഭാര്യയല്ല, ഇണയാണ്. അതാ പറയണേ, ഇണയുണ്ടോ ഇസ്ലാമിൽ? ഇണയുണ്ട്. എന്താണ് ഇണ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇണ? ജീവിത പങ്കാളി. അതെ എന്ന് വെച്ചാൽ പിന്നെ സ്ത്രീ പ്രായപൂർത്തിയായി കഴിഞ്ഞാല് ഇനി ഒരു വിവാഹം എന്ന് പറഞ്ഞ ആ കരാറ് സൈൻ ചെയ്ത് കഴിഞ്ഞാല് എന്ത് കരാർ? ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റോ ഇസ്ലാമിലോ? എവിടുന്നാ നിങ്ങൾ പറയണേ? പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? ലൈഫ് ലോങ് അല്ലാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നോ സ്ട്രിങ് അറ്റാച്ച്ഡാ? ഇസ്ലാമിലെ ലൈഫ് ലോങ്. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം, കേൾക്ക്. ഓക്കെ, ഏതായാലും വിളിച്ചതല്ലേ. ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അവളുടെ യോനിക്ക് വിലയിട്ട് വാങ്ങുന്ന ഏർപ്പാടിനെയാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയാ. നിങ്ങൾ പറയുന്ന നിക്കാഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലും ടു ഫക്ക് എന്നാണ്. ലൈംഗിക ബന്ധം എന്നാണ് അതിന്റെ അർത്ഥം. അറബി വാക്കിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്, ടു ഫക്ക്. ഓക്കെ, അർത്ഥം അറിയാലോ, പോയി നോക്കുക. ഇനി മഹർ എന്ന് പറയുന്ന സാധനം പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു വിലയാണ്. ആ വില എന്തിനുള്ള വിലയാണ്? ലൈംഗിക അവയവത്തിനുള്ള, യോനിക്കുള്ള വിലയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യ നിങ്ങൾക്ക് ലൈംഗികമായിട്ട് നിങ്ങളുമായി സഹകരിക്കുന്നതിന് മുന്നെയാണ് നിങ്ങൾ തലാക്ക് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ, തലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ മഹർ അവൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ അവള് മഹർ തിരിച്ചു തരണം. ഇനി എന്നാൽ അവള് ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ഒന്നാമത്തെ ദിവസം അവിടെ തലാക്ക് ചെല്ലുന്നതിന് കൂട്ടുക, ആ മഹർ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. കാരണം അത് ലൈംഗിക ബന്ധത്തിനുള്ള കൂലിയായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ദിവസം അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ ആ മഹർ അവൾക്ക് അനുവദിക്കപ്പെട്ടതായി. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഭാര്യ ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട്, അസുഖം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അവൾക്ക് നിങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്ന് വന്നാൽ അവൾക്ക് ചെലവിന് പോലും കൊടുക്കേണ്ട ബാധ്യത പുരുഷനില്ല.